കൃപാസനം പത്രം ജൂൺ 2025 പാർട്ട് 6. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നുള്ള ജെസി ലിയോയുടെ സാക്ഷ്യം. ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ഒരു മക്കളും നിരാശരാകേണ്ട എന്ന് ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞത് വിശ്വസിച്ചപ്പോൾ നടന്ന അത്ഭുതം. എൻ്റെ ഭർത്താവിന് 2021 തൈറോയ്ഡക്ടമി എന്ന സർജറി ചെയ്തിരുന്നു. സർജറിക്ക് ശേഷം ഫർദർ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്നും ബയോപ്സിക്ക് അയക്കുകയാണെന്നും പറഞ്ഞു. ക്യാൻസർ ആകാനാണ് സാധ്യതയെന്നും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു കൗൺസിലിംഗ് പോലെ തന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടിയെടുത്ത് ഉടമ്പടി ധ്യാനം കേൾക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ഒരു മക്കളും നിരാശരാകേണ്ട എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. കോട്ടയത്ത് നിന്നുള്ള ജെയിംസിന്റെ സാക്ഷ്യം. മദ്യപാനം നിർത്താൻ കൃപാസനത്തിലോട്ട് കടന്നുവരുന്നവരോട് ഉടമ്പടിയെടുത്ത് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. മദ്യം വിട്ടുള്ള സമയം വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ പുകവലിയും. ഞാൻ ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു. കോവിഡ് കാലത്ത് എൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി അസ്ഥി പോലെയായി. ബ്ലഡ് തുപ്പി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നെ ICUവിൽ അഡ്മിറ്റാക്കി. എൻ്റെ ഭാര്യ കൃപാസനം മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അസുഖം കുറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം കിട്ടി. മദ്യപിക്കുന്ന നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ മാരക പാപത്തിന് ഈശോയോട് ക്ഷമ പറയണം. മണിമലയിൽ നിന്നുള്ള ടിസാമോൾ വർഗീസിന്റെ സാക്ഷ്യം. എൻ്റെ കൂട്ടുകാരിയാണ് എനിക്ക് വേണ്ടി ജോലിക്ക് അപ്ലൈ ചെയ്തത്. ഇന്റർവ്യൂവിൽ ഒറ്റ ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. GNM നേഴ്സായ എന്നെ മാത്രം തിരഞ്ഞെടുത്തു. ഞാൻ 5 വർഷമായി ജോലിയില്ലാതെ നിൽക്കുകയായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരി കുവൈറ്റ് MOHൽ എനിക്ക് വേണ്ടി ഞാൻ അറിയാതെ ജോലിക്ക് അപ്ലൈ ചെയ്തു. 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ് ഒരു മെയിൽ വന്നു. അത് അറ്റൻഡ് ചെയ്തപ്പോൾ എന്നോട് ഒരു ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ച് ഞാൻ സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഓഫർ ലെറ്റർ വന്നു. കാരണം ഒരു GNM നേഴ്സായ എന്നെ മാത്രം സെലക്ട് ചെയ്തുവെന്ന് പറഞ്ഞതിനാൽ ഞാൻ അത് വിശ്വസിച്ചില്ല. അതിനുശേഷം മെഡിക്കൽ എടുത്തപ്പോൾ പരാജയപ്പെട്ടു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മെഡിക്കൽ പാസ്സായി വിദേശത്ത് പോകുന്നതിനുള്ള കാര്യങ്ങൾ ശരിയായി. കോതമംഗലത്ത് നിന്നുള്ള മജിറ്റ് സെബാസ്റ്റ്യന്റെ സാക്ഷ്യം. ഞാൻ ജോബിന് അപ്ലൈ ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ മാതാവ് രാജ്യത്തിന്റെ നിയമം മാറ്റി എന്നെ അക്കോമഡേറ്റ് ചെയ്തു. ഞാൻ 2016 മുതൽ വിദേശത്ത് പോകുന്നതിന് ആഗ്രഹിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു. ഒരു ക്രിസ്ത്യൻ കൺട്രിയിലേക്ക് പോകുന്നതിനാണ് ഞാൻ ആഗ്രഹിച്ചത്. IELTSഉം OETയും പലതവണ എഴുതിയെങ്കിലും പാസ്സായില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. നേർച്ച വസ്തുക്കളുമായി പോയി OET എക്സാം എഴുതി പാസ്സായി. എനിക്ക് ന്യൂസിലാൻഡിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചു. എനിക്ക് കിട്ടിയ സ്കോർ വെച്ച് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രാജ്യത്തിന്റെ നിയമം ഒരാഴ്ചയ്ക്കുള്ളിൽ മാറുകയും ആ സ്കോർ വെച്ച് അപ്ലൈ ചെയ്യാനും സാധിച്ചു. കന്യാകുമാരി മാർത്താണ്ഡത്ത് നിന്നുള്ള വീണയുടെ സാക്ഷ്യം. ഞാൻ പ്രഗ്നൻ്റായി 5ാം മാസത്തിലെ സ്കാനിങ്ങിൽ കുഞ്ഞിന് ഹാർട്ടിനും കിഡ്നിക്കും വാൽവിനും പ്രശ്നമുണ്ടെന്നും കുഞ്ഞ് ജനിച്ചാൽ നിങ്ങൾക്കും കുഞ്ഞിനും പ്രശ്നമാണെന്നും എന്തെങ്കിലും കുറവുകളോടെയേ കുഞ്ഞ് ജനിക്കുകയുള്ളൂ എന്നും അബോർട്ട് ചെയ്യാനും പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ലായിരുന്നു. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ആൻസി ജോയിയുടെ സാക്ഷ്യം. സ്കാൻ ചെയ്തപ്പോൾ വയറിൽ മുഴുവൻ മുഴകളാണ്. ക്യാൻസർ ആയിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഉടമ്പടിക്ക് ശേഷം മാതാവ് ചെയ്തു തന്നത്. ഞാൻ 6 വർഷമായി ഖത്തറിലായിരുന്നു. എനിക്കെപ്പോഴും പനിയും വയറുവേദനയും ഉണ്ടാകുമായിരുന്നു. ഒരു ദിവസം കാൽ നിലത്തു കുത്താൻ പറ്റാത്ത വിധം വേദന വന്ന് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ വയറിൽ നിറയെ കുരുക്കളും 4 മുഴകളുമുണ്ട് എന്ന് പറഞ്ഞു. ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു.
ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം ഉടമ്പടി തൈലം വയറിൽ പുരട്ടുകയും വെഞ്ചരിച്ച ഉപ്പ് കഴിക്കുകയും ചെയ്യുമായിരുന്നു. പെറ്റ് സ്കാൻ ചെയ്ത് ബയോപ്സിക്ക് വിട്ടു. റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞു. 4 ഡോക്ടർമാർ ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ചു പറഞ്ഞതായിരുന്നു. എനിക്ക് സൗഖ്യം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. വൈക്കത്തു നിന്നുള്ള ആശയുടെ സാക്ഷ്യം. പച്ചക്കറി പോലും കഴിക്കാൻ പറ്റാത്ത ഫുഡ് അലർജിയായിരുന്നു എൻ്റെ മകന്. ഉടമ്പടിയിൽ മാതാവ് മകന് ചെയ്തു കൊടുത്തത്. എൻ്റെ മകന് 6 വർഷമായി സിവിയർ അലർജിയായിരുന്നു. ഇറച്ചിയോ മീനോ പാലോ മുട്ടയോ ചോക്ലേറ്റുകളോ പച്ചക്കറികളോ ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടും ഫലമില്ലായിരുന്നു. ഒരു ദിവസം മകന് അലർജി കൂടി ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥയിലായി. ഞാൻ പെട്ടെന്ന് മാതാവിൻ്റെ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും കൊടുത്ത് ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർ പറഞ്ഞത് 12 വയസ്സു കഴിയുന്നതുവരെ ഇങ്ങനെയുണ്ടാകും, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മകന്റെ അലർജി പൂർണ്ണമായി മാറിക്കിട്ടി. ഇപ്പോൾ എല്ലാ ഭക്ഷണവും മകന് കഴിക്കാം. എറണാകുളത്ത് നിന്നുള്ള അമലയുടെ സാക്ഷ്യം. ഒറ്റ ലൈറ്റ് ക്യാൻഡിൽ പ്രെയറാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ജപമാല റാലിയുടെ പിറ്റേ ദിവസം സിൽവർ ഗ്രേ നിറമുള്ള കൃപാസനം മാതാവ് എൻ്റെ അടുത്ത് വന്നു. സൗദിയിലായിരുന്ന എൻ്റെ ഇക്കാമ റിന്യൂ ചെയ്യാൻ ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. 10 വർഷം ഞാൻ സൗദിയിലായിരുന്നു. 3 മാസമായിട്ടും റിന്യൂ ചെയ്ത് കിട്ടുന്നില്ലായിരുന്നു. പുറത്തു പോകുന്നതിനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. ഉച്ചയ്ക്ക് 2 മണിക്ക് എൻ്റെ ഇക്കാമ റിന്യൂ ആയി. കൂടാതെ എൻ്റെ മുഖത്ത് സൗദിയിൽ വെച്ച് നിറയെ റെഡ്നെസ്സും ബേണിംഗ് സെൻസേഷനുമൊക്കെ ആയിരുന്നു. ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് പൂർണ്ണമായി മാറിക്കിട്ടി. കാസർഗോഡ് നിന്നുള്ള അനീഷിന്റെ സാക്ഷ്യം. വിശുദ്ധ ബലി മധ്യേ ഞാൻ തന്നെ ഉടമ്പടിയെടുക്കാൻ തീരുമാനിച്ചു. ഉടമ്പടിയെടുത്ത് തിരിച്ചു പോകും വഴി മാതാവ് ചെയ്ത അത്ഭുതം. എൻ്റെ ഭാര്യയ്ക്ക് മൂക്കിന്റെ 2 പാത്തിയും വളവ് വന്നിട്ട് ബ്ലോക്കായി. ഡോക്ടറെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ സർജറി വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടിയെടുക്കാൻ വരുമ്പോൾ തിരുസഭ മാതാവിന് ഒരുപാട് പരിഗണന കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഭാര്യയോട് ഞാൻ പറഞ്ഞത്, നീ തന്നെ ഉടമ്പടിയെടുക്കണം, ഞാൻ എടുക്കില്ല എന്നാണ്. കൃപാസനത്തിൽ വന്ന് വിശുദ്ധ ബലി മധ്യേ എനിക്ക് ഉടമ്പടിയെടുക്കാൻ തോന്നുകയും ഞാൻ ഉടമ്പടിയെടുത്ത് തിരികെ പോകും വഴി ഭാര്യയുടെ 2 മൂക്കും ഓപ്പണായി. ഡോക്ടറെ കണ്ടപ്പോൾ ഇനി സർജറിയുടെ യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞു. ഭാര്യയ്ക്ക് സൗഖ്യം ലഭിച്ചു. പാലക്കാട് നിന്നുള്ള ദീപ സജിയുടെ സാക്ഷ്യം. 40 വർഷമായി ഭർത്താവിന്റെ ചെവിയിൽ നിന്ന് പഴുപ്പൊഴുകുന്ന സുഖപ്പെട്ടു. 40 വർഷമായി എൻ്റെ ഭർത്താവിന്റെ ചെവിയിൽ നിന്ന് പഴുപ്പൊഴുകുമായിരുന്നു. പഴുപ്പ് ഒരുപാട് ഒഴുകുകയും വേദന കൂടുകയും ചെയ്തപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ എല്ല് ദ്രവിച്ചു പോയതിനാൽ പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. സൈഡ് എഫക്റ്റുകൾ പറഞ്ഞതിനാൽ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കിയ ശേഷം ഡോക്ടറെ കണ്ട് സർജറി നടത്തി. 6 മാസത്തോളം പഴുപ്പും വെള്ളവും ഒഴുകുമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ 1 മാസത്തിനുള്ളിൽ പഴുപ്പുവരവ് നിന്നു.